വിലക്കുറവും അഡ്ജസ്റ്റ്മെൻറ്റും ഈ കാര്യത്തിൽ നിങ്ങൾ നോക്കരുത്. കാരണം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെ ആയിരിക്കും. ഇത് പാരസെറ്റമോളാണ്, ഇത് ജലദോഷത്തിൻ്റെ ഗുളിക, ഇത് വയറിളക്കത്തിൻ്റെ 2 ടൈപ്പ് ഗുളികകളുണ്ട്. കപ്പലിൻ്റെ മിഠായി, ബദാമും കുറച്ച് ചോക്ലേറ്റ്. ഇത് എന്തിനാ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ സൂര്യൻ്റെ വെട്ടം മഞ്ഞ് തട്ടിയിട്ട് നമ്മുടെ കണ്ണിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലെ കാഴ്ചക്ക് പ്രശ്നം വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിഡിലൻ സംഭവം നമ്മൾ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഇന്ത്യൻ ഫ്ലാഗ് നമ്മൾ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ കൊണ്ടുപോകും. നമ്മുടെ ഒരു ഡ്രീമാണ്. ആ ഡ്രീം റിയാലിറ്റിയിലോട്ട് വരികയാണ്. അവ സാധാരണ ട്രക്കല്ല, അല്ലെങ്കിൽ സാധാരണ ട്രിപ്പല്ല. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന ഒരു സ്വാഗതമല്ല, ഈ സ്വാഗതം വേറൊരു ലെവലിൽ സ്വാഗതമാണ്. അതായത് നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയൊരു സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറുതൊന്നുമല്ല, ഇതൊരു ഹെവി സംഭവമാണ്. നമ്മൾ മൗണ്ട് എവറസ്റ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. അതായത് ലോകത്തിൻ്റെ മേൽക്കൂര നേരിട്ട് കണ്ടുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ കിടന്ന സംഭവമാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരുപാട് റിസ്കുകളുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ഓക്സിജൻ്റെ ലെവലൊക്കെ ഇത്തിരി കുറവാണ്. പിന്നെ 9 ദിവസം നടന്ന് ആണ് അവിടെ എത്തുള്ളൂ. റോഡില്ല, ട്രക്കിംഗ് പാത്ത് മാത്രമേ ഉള്ളൂ, കറണ്ട് ഇല്ല, വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. മൗണ്ട് എവറസ്റ്റിൻ്റെ കീഴെ വരെ നമ്മൾ ചെല്ലും. അപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്ക് എന്നാണ് ഈ ഒരു ട്രക്കിൻ്റെ പേരുള്ളത്. നേപ്പാളിലാണ്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് നേരെ ഫ്ലൈറ്റ് പിടിച്ച് പാട്നക്കാണ് പോണത്. അത് ഞാൻ വഴിയെ പറയാം. പാട്ന എന്ന് പറഞ്ഞാൽ ബീഹാറിലാണ്. ബീഹാറിൽ നിന്ന് ചെന്നിട്ട് നമ്മൾ ബോർഡർ നടന്ന് ക്രോസ് ചെയ്തിട്ട് അവിടുന്ന് ടാക്സി വിളിച്ചാണ് കാഠ്മണ്ഡു പോണത്. ഡയറക്റ്റ് കാഠ്മണ്ഡു പോകാനായിട്ട് ഭയങ്കര എക്സ്പെൻസാണ്, അതായത് ഫ്ലൈറ്റിന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോണത്. ഇതാകുമ്പോൾ ചുരുങ്ങിയ വിലയിൽ പോകാൻ പറ്റും. അതിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ വഴിയെ പറയാം. അപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്ക് എന്ന് പറഞ്ഞിട്ടൊരു ട്രക്കാണ്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആകുന്ന ട്രക്കാണ്. ശരിക്കും എവറസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറണമെങ്കിൽ എനിക്ക് വേണം 10-30 ലക്ഷം രൂപയുടെ എക്സ്പെൻസും. അത് എക്സ്പെൻസ് വേറെ കാര്യം, പക്ഷേ മെൻ്റലി ഫിസിക്കലി ഒക്കെ സ്ട്രോങ് ആയിരിക്കുന്ന സംഭവമാണ്. നമ്മുടെ ഈ ട്രിപ്പ് കംപ്ലീറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് കഫേയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇംഗ്ലീഷ് കഫ എന്ന് പറയുന്നത് ലോകത്ത് എവിടെ ഇരുന്നും വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഇംഗ്ലീഷ് കഫേയുടെ ഡീറ്റെയിലൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കാക്സോ ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്, കാക്സോ. അതൊരു മാർക്കറ്റിംഗ് കമ്പനിയാണ്. അവർ വഴിയാണ് നമുക്ക് ഇംഗ്ലീഷ് കഫേനെ കോൺടാക്റ്റ് കിട്ടിയതും ഈ ഒരു ട്രിപ്പ് സ്പോൺസർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നതും. അപ്പോൾ ഇംഗ്ലീഷ് കഫേയുടെ ഡീറ്റെയിൽ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സംഭവമാണ്. നിങ്ങൾക്ക് ഒരുപാടുപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും, കാരണം ഇംഗ്ലീഷ് കഫേ അത്യാവശ്യം പോപ്പുലർ ആണല്ലോ. അപ്പോൾ എന്തായാലും താങ്ക് യു ഇംഗ്ലീഷ് കഫേ ഈ ഒരു ട്രിപ്പ് സ്പോൺസർ ചെയ്തതിന്. പിന്നെ നമ്മുടെ ഒരു ഡ്രീമാണ്, ആ ഡ്രീം റിയാലിറ്റിയിലോട്ട് വരികയാണ്. അവ സാധാരണ ട്രക്കല്ല, അല്ലെങ്കിൽ സാധാരണ ട്രിപ്പല്ല. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇത് കണ്ട എൻ്റെ റൂമിലെ ഫോട്ടോ ആണ്. ഞാനൊരു ഫോട്ടോ അടിച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ മൗണ്ട് എവറസ്റ്റ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 8848 മീറ്ററാണ്. അതായത് അവിടെ നിന്ന് ഓക്സിജനില്ല, ഓക്സിജനിൽ 30% ഉള്ളൂ. എന്തായാലും നമ്മൾ അങ്ങോട്ടല്ല പോണത്. അതിൻ്റെ താഴത്ത് ബേസ് ക്യാമ്പ് ഉണ്ട്. 4 ക്യാമ്പുകളാണ് ഉള്ളത്. ബേസ് ക്യാമ്പ്, പിന്നെ 1, 2, 3, 4 ക്യാമ്പുകളാണ്. അതിന് ശേഷമാണ് പിന്നെ എവറസ്റ്റിൻ്റെ പീക്കിൽ ഏറ്റവും സബ്മിറ്റിലോട്ട് എത്തണത്. നമ്മൾ ആ ബേസ് ക്യാമ്പ് വരെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒപ്പം ബാബുക്ക ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം. നമ്മുടെ മണാലിയിലെ ജിന്ന് ബാബുക്കയുണ്ട്. ബാബുക്കയാണ് ഈ ഒരു ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണത്. ബാബുക്കയുടെ ഒപ്പമാണ് പോണത്. അത് തന്നെ ഒരു കോൺഫിഡൻസാണ്. പുള്ളി ഡോക്ടറാണല്ലോ. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രിപ്പിൽ നമുക്ക് AMS വരാൻ സാധ്യതയുണ്ട്. പിന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ കാഠ്മണ്ഡു നിന്ന് ലൂക്ല എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഈ ലൂക്ല എയർപോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു എയർ സ്ട്രിപ്പ്, ചെറിയൊരു റോഡ് പോലത്തെ മലയുടെ മേളിൽ സംഭവം, അത്രേ ഉള്ളൂ. എയർപോർട്ടെന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള എയർപോർട്ടാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെയാണ് നമ്മൾ പോണത്. ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഹെവി ട്രിപ്പാണ്. എനിക്ക് ഇതുപോലത്തെ ട്രിപ്പ് പോയൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും പക്ഷേ നമ്മൾ ആ ഒരു എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഇന്ത്യൻ ഫ്ലാഗ് എൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ എൻഡിൽ, അതായത് 9 ദിവസം നടന്നിട്ടാണ് എൻഡിൽ എത്തുള്ളൂ. അപ്പോൾ 9-ാം ദിവസം നമ്മൾ അവിടെ എത്തിയിട്ട് ആ ഇന്ത്യൻ ഫ്ലാഗ് വിരിച്ചൊരു ഫോട്ടോ അങ്ങ് എടുക്കും. അതൊക്കെ ഹെവിയാണ്. അപ്പോൾ ഞാനിത് ഉദ്ദേശിക്കുന്നത് ഡേ ബൈ ഡേ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസത്തെ കാര്യങ്ങൾ ഒരു വ്ളോഗായിട്ട് വരും.
അപ്പോൾ ഇനി അങ്ങനെ അടുത്ത ദിവസങ്ങളിലെ കാഴ്ചകളെ കാണാം. അപ്പം ഞാൻ ഈ ട്രിപ്പിൽ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇവിടെ നിരത്തി ഇട്ടിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് ഡ്രസ്സിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന ട്രക്കിംഗ് പാൻറ്റാണ്. ഇത് കണ്ട നൈസ് ഒരു ട്രക്ക് ചെയ്യാൻ പറ്റുന്ന സാധാ ഒരു സിമ്പിൾ തുണിയാണ്. ഇതാകുമ്പോൾ വലിയ വെയിറ്റ് ഇല്ലാത്തൊരു തുണി. അപ്പോൾ അങ്ങനത്തെ ഒരു പാൻറ്റാണ്. അതുകൂടാണ്ട് ഇതേപോലത്തെ ഒരു ട്രക്കിംഗ് പാൻറ്റാണ്. ഇത് ട്രക്കിംഗ് പാൻറ്റാണ്, ട്രക്കിന് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഇതാണ്. ഇത് ഹാഫ് ആക്കാൻ പറ്റും, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ഇതിവിടെ സിബ് ഉണ്ട് കണ്ടോ. ഈ സിബ് ഊരി കഴിഞ്ഞാൽ നമുക്ക് ട്രൗസറായിട്ട് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ 2 എണ്ണമാണ് ഞാൻ കൊണ്ടുപോകണം. ഒരെണ്ണം ഞാൻ അലക്കിട്ടേക്കുണ്ട്, അതുകൊണ്ട് ഇവിടെ കാണാത്ത. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഉള്ളത് വളരെ നല്ലതാണ്. നമുക്ക് ട്രക്ക് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ്. അതുമാത്രമല്ല നമുക്ക് ലഗേജിൻ്റെ വെയിറ്റ് കുറയ്ക്കുക. ഇത് കണ്ടത് വലിയ വെയിറ്റ് ഇല്ലാത്ത തുണിയാണ്. പിന്നെ അത് കൂടാണ്ട് ഒരു ഷോർട്ട്സ് ഞാൻ വേറെ എക്സ്ട്രാ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇടേണ്ട ആവശ്യം വന്നാൽ മാത്രം ഒന്നും വിചാരിച്ച് കൊണ്ടുപോകണം കേട്ടോ. പിന്നെ ടീഷർട്ടാണ്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റുന്ന സ്പോർട്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടീഷർട്ടില്ലേ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് എയർ പാസേജൊക്കെ ഉള്ള ടൈപ്പ് അങ്ങനത്തെ 1 2 3 എണ്ണം ഇത് വേറെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു 3 4 എണ്ണം ഉണ്ട്, പറഞ്ഞാൽ അലക്കിട്ടേക്കാണ്. അങ്ങനത്തെ ഇത്രയും ടീഷർട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ അഡീഷണലി ഞാൻ 2 സാധാ ടീഷർട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യം വരില്ല, എന്നാലും ഞാൻ ജസ്റ്റ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് കട്ടിയുള്ള ഡ്രസ്സ്, ഇത് കണ്ടോ ഇത്രയും കട്ടിയുണ്ട്. ഇത് അടിപൊളിയാണ്. ഞാൻ ഉത്തരാഖണ്ഡ് പോയപ്പോൾ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട സംഭവമാണ് ഈ ഒരു കട്ടിയുള്ള ഡ്രസ്സ്. ഇത് ശരിക്കും എന്തായാലും വേണം കേട്ടോ. ഇത് രാത്രിയിൽ നമുക്ക് നന്നായിട്ട് ആവശ്യം വരും. ഇതേപോലത്തെ ഒരു കട്ടിയുള്ളത് ഞാൻ 2 എണ്ണം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡ് പോയ സമയത്ത് തണുത്തൊരു സീനായിരുന്ന സമയത്ത് പക്ഷേ ഈ ഒരു സംഭവം ഇട്ടപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ കട്ടിയുള്ള ഡ്രസ്സ് കൊണ്ടാണ്. അതുപോലെ തന്നെ തെർമൽ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനം ഉണ്ടാ. ശരിക്കും പറഞ്ഞാൽ ഇവർ 2 എണ്ണം വേണം എന്നാണ് പറയുന്നത്, പക്ഷേ ഞാനത് 1 എണ്ണം കൊണ്ടുപോകുന്നുള്ളൂ. ഇത് മുകളിലിടാനും ഇത് പാൻറ്റായിട്ട് താഴെ ഇടാനും അങ്ങനെ ഒരു ജോഡി ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. 2 എണ്ണം വേണമെന്ന് ആരാണ് പറഞ്ഞത്. ഒരുപാട് ലഗേജ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നൈസായിട്ട് കുറക്കണത്. പിന്നെ അതിന് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, എക്സ്പെൻസും കുറക്കണമല്ലോ. അപ്പോൾ ഞാൻ 1 എണ്ണം കൊണ്ടുപോകുന്നുള്ളൂ. തെർമൽ നമുക്ക് രാത്രിയിൽ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ഇപ്പോൾ 2 ആഴ്ചത്തെ ട്രിപ്പ് ആണെങ്കിലും നമ്മൾ രാത്രി മാത്രമാണ് തെർമൽ ഉപയോഗിക്കുള്ളൂ. ട്രക്ക് ചെയ്യുമ്പോൾ തെർമൽ ഉപയോഗിക്കരുത്. ട്രക്ക് ചെയ്യുമ്പോൾ തെർമൽ ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് വേർക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അത് അലക്കേണ്ടി വരും. നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ട്രക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി വാം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. നമുക്ക് അത്ര തണുപ്പൊന്നും ചിലപ്പോൾ ഫീൽ ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒരു സാധാരണ ഒരു ക്ലോത്ത് നമ്മൾ നേരത്തെ എടുത്തില്ലേ, ഈ ഒരു ക്ലോത്തും പിന്നെ ഒരു ജാക്കറ്റും അത് മതിയാവും ട്രക്ക് ചെയ്യണ സമയത്ത്. പിന്നെ രാത്രിയിലാണ് നമുക്ക് തെർമലും വൂളൻ സോക്സ് പിന്നെ കംപ്ലീറ്റ് സാധനം. രാത്രിയിൽ -ഡിഗ്രിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് ലുങ്കി കൊണ്ടുപോകണ്ടോ. അത് ഞാൻ എല്ലാ ട്രിപ്പിലും കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് കാര്യമുണ്ടോയെന്ന് വെച്ചാൽ ഇത് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ചില സമയത്ത് നമുക്ക് പുതപ്പായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഈ -ഡിഗ്രിയിലൊക്കെ പോയിട്ട് പുതച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ എവിടെയെങ്കിലും വെച്ച് മാറാനൊക്കെ ഇങ്ങനെ സാധാരണ നമ്മൾ ആൺപിള്ളേർ ഇങ്ങനെ ഇത് ചെയ്യില്ലേ, ഇവിടെ അപ്പന്മാരൊക്കെ ചെയ്യാൻ കണ്ടിട്ടില്ലേ, ഈ മുണ്ടെടുത്ത് തോളത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ മാറാമല്ലോ ഇങ്ങനെ. അപ്പം അങ്ങനെ മൾട്ടിപർപ്പസാണ്. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഒരു ലുങ്കി എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഇത് ഉടുക്കുകയും ചെയ്യാം, പുതക്കുകയും ചെയ്യാം. പിന്നെ അങ്ങനെ പല ആവശ്യങ്ങളുണ്ടാവും. പിന്നെ ഉള്ളത് റെയിൻകോട്ടാണ്. റെയിൻകോട്ട് മസ്റ്റാണ്. ഇത് മുകളിലിടാനുള്ളത്. ഇത് അതിൻ്റെ പാൻറ്റാണ്. റെയിൻകോട്ട് എന്തായാലും വേണം. റെയിൻകോട്ട് എനിക്ക് തോന്നുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ റെൻറ്റിന് കിട്ടും. വേണമെങ്കിൽ റെൻറ്റിന് എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. റെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ റെയിൻകോട്ട് മസ്റ്റാണ്. അതുപോലെ തന്നെ ജാക്കറ്റ്. ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജാക്കറ്റാണ് കേട്ടോ. ഈ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു -5 വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലത്ത് നമുക്ക് ട്രക്ക് ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കാം. ട്രക്ക് ചെയ്യുമ്പോൾ ഈ ജാക്കറ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ബാബുക്ക നമുക്ക് വേറൊരു ഡൗൺ ജാക്കറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അത്യാവശ്യം വല്ല -10 അതിൽ കൂടുതൽ താങ്ങാവുന്ന ജാക്കറ്റാണ്. ഞാനിത് 2 കൊല്ലമായിട്ട് മേടിച്ച് വെച്ച സാധനമാണ്. കുറേ നാളായിട്ട് എന്താണ് ഇതുപോലെ ട്രിപ്പ് പോകണം, മഞ്ഞ് കാണണം എന്നൊക്കെ കുറേ നാട്ടിലെ ആഗ്രഹങ്ങൾ നമ്മൾ ഉള്ളതുകൊണ്ട് പണ്ട് തൊട്ടേ മേടിച്ച് വെച്ചത്. 2 കൊല്ലം കണ്ട് ഈ സാധനം മേടിച്ചിട്ട്. അപ്പോൾ ഇത് -5 വരെ പറ്റുള്ളൂ. ഇത് നമുക്ക് ട്രക്ക് ചെയ്യുമ്പോൾ ഇത് മതി. പക്ഷേ രാത്രിയിൽ ഇത് പറ്റില്ല. ഇതിനേക്കാളും കൂടിയ ജാക്കറ്റ് വേണ്ടി വരും. അത് ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് റെൻറ്റിന് കിട്ടുന്ന സ്ഥലമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്ന പാക്കേജ് തരുന്ന അവരോട് ചോദിച്ചാൽ മതി. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് ഇത് ബാത്ത് ടവലാണ്. കുളിക്കാൻ നേരത്തെ നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങാനും സഹായിക്കും. അങ്ങനത്തെ ഒരു തുണിയാണ്. അപ്പോൾ ടവലായിട്ട് ഞാൻ ഇതാ കൊണ്ടുപോകണം കുളിച്ചതിന് ശേഷം ഉപയോഗിക്കാൻ. ഞാൻ സാധാരണ ടവൽ വേറെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കുറേ ഐറ്റംസ് ഇവിടെ ഞാൻ നിരത്തിയിട്ടുണ്ട്. ഞാൻ നേരമായിട്ട് കാണിച്ചു തരാം. ഇത് ഗ്ലൗസ്. ഇത് സാധാരണ ഗ്ലൗസാണ്. ഇത് എൻ്റെ കയ്യിൽ കുറേ നാളായിട്ടുള്ളതാണ്. പണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പ് ഞാൻ അരുണാചൽ പ്രദേശ് പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ ഗ്ലൗസ്. അത് ഇപ്പോഴും അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് തണുപ്പത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലൗസാണ്. അതുകൂടാണ്ട് വേറൊരു ഗ്ലൗസ്
ഗ്ലൗസും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് വാട്ടർ പ്രൂഫ് ഗ്ലൗസ് ആണ് കണ്ടോ, ഇത് കിടിലൻ ഗ്ലൗസ്. അപ്പോൾ ഇതേപോലെ ഒരു ഗ്ലൗസ് ഉള്ളത് നല്ലതാണ്. പിന്നെ വാട്ടർ പ്രൂഫ് ട്രക്കിംഗ് പാൻറ് കിട്ടും കേട്ടോ, അപ്പോൾ അതുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ മഴ പെയ്താലും പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ ട്രക്കിംഗ് പാൻറ് ഉള്ളിൽ കൂടി നമ്മൾ റെയിൻകോട്ട് വലിച്ചു കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ട് വരും എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ അതും മേടിക്കാം. പിന്നെ സോക്സ് 3 ടൈപ്പ് സോക്സാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇത് വൂളൻ സോക്സ് ആണ്. രാത്രിയിലാണ് നമുക്ക് മെയിനായിട്ട് വൂളൻ സോക്സിൻ്റെ ആവശ്യം വരുന്നത്. ഇത് 2 പെയറുണ്ട്, ഇത് നമുക്ക് മാറി മാറി ഉപയോഗിക്കാമല്ലോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ -ഡിഗ്രി ഉള്ള സമയത്തൊക്കെ നമ്മൾ ക്യാമറ എന്തായാലും കൊണ്ടുപോകുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ബാറ്ററിയൊക്കെ ചിലപ്പോൾ വർക്കിംഗ് ആവാതിരിക്കുകയോ ക്യാമറ ഓൺ ആവാതിരിക്കുകയൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു ഐഡിയ ആണ്, അതായത് നമ്മൾ ക്യാമറയുടെയൊക്കെ ബാറ്ററിയൊക്കെ അല്ലെങ്കിൽ പവർ ബാങ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വൂളൻ സോക്സിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മൾ കിടക്കുന്ന സ്ലീപ്പിംഗ് ബാഗിൻ്റെ അടിയിലോട്ട് സൈഡിൽ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാണ്ട് ബാറ്ററി ചൂടായിട്ടിരിക്കും. അപ്പോൾ ഭയങ്കര -ഡിഗ്രിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് അറിയില്ല. എന്നാലും അത് ഉപകാരപ്പെടും. എന്തായാലും നമുക്ക് രാത്രിയിലാണ് മെയിനായിട്ട് വൂളൻ സോക്സ് ആവശ്യം വന്നത്. വൂളൻ സോക്സ് നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ട സാധനമാണ്, ഇല്ലെങ്കിൽ നിന്ന് പറയ്ക്കും, നല്ല പണി കിട്ടും. വൂളൻ സോക്സ് എന്തായാലും 2 പെയർ മിനിമം നിങ്ങൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് പണിയാണ്. കാരണം വൂളൻ സോക്സ് ഇല്ലാണ്ട് നടക്കില്ല. ഞാനത് ഉത്തരാഖണ്ഡ് പോയപ്പോൾ അനുഭവിച്ചാണ് കേസ്. അപ്പോൾ വൂളൻ സോക്സ് ഉറപ്പായിട്ടും വേണം. അത് കൂടാണ്ട് നോർമൽ സോക്സും കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഞാൻ ഒരെണ്ണം എടുക്കുന്നുള്ളൂ കേട്ടോ, സാധാരണ 2 കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഒരെണ്ണം മതിയാവും, നമ്മൾ വല്ലപ്പോഴും അല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ വേറെ സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രക്കിങ് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു സോക്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് കുറച്ചും കൂടി എയർ കയറാനൊക്കെ സൗകര്യമുള്ള രീതിയിലുള്ള ഒരു ടൈപ്പാണ്. കണ്ടോ, ഇത് 2 പെയർ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ട്രക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ സോക്സാണ് ഉപയോഗിക്കണം. ട്രക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും വൂളൻ സോക്സ് ഉപയോഗിക്കരുത്, കാരണം ഭയങ്കര കാലൊക്കെ ഇതായിപ്പോയി. ഈ വൂളൻ സോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂട് പിടിച്ച് നിർത്തുന്ന രീതിയിലുള്ള സോക്സ് അല്ലേ. ട്രക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ട്രക്ക് ചെയ്യുമ്പോൾ നമുക്ക് എയർ പാസേജ് ഉള്ളൊരു ഇതേപോലത്തെ ഒരു സോക്സ് ആണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് 2 ഉണ്ട്, അതായത് 2 ജോഡിയുണ്ട്, ഒരെണ്ണം അലക്കിയിട്ടേക്കാണ്. പിന്നെ ഉള്ളത് നമ്മൾ തലയിൽ വെക്കുന്ന മറ്റേ ക്യാപ്പ്, മങ്കി ക്യാപ്പ് ഉണ്ടെങ്കിൽ അത് മേടിക്കാം, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ക്യാപ്പ്. ഇത് മസ്റ്റാണ് കേട്ടോ ഈ സാധനം, ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മേടിക്കണം. അതുപോലെ തന്നെ ക്യാപ്പ് കൊണ്ടുപോകണ്ട, സാധാ ക്യാപ്പ്. നല്ല വെയിലായിരിക്കും, കിട്ടില്ല വെയിലെന്ന് പറഞ്ഞാൽ അമ്മാരി വെയിലായിരിക്കും. ശരിക്കും ഈ ക്യാപ്പല്ല വേണ്ടത്, റൗണ്ടിലെ ക്യാപ്പില്ലേ, ഫുൾ റൗണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴുത്തിൽ വെയിലടിക്കാണ്ട് ഇരിക്കാൻ അത് നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ ക്യാപ്പ് ഉണ്ടെങ്കിൽ മേടിക്കാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് അന്വേഷിച്ച് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കാഠ്മണ്ഡു എത്തിക്കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടും. അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ട മരുന്നായാലും ജാക്കറ്റായാലും എല്ലാം റെൻറ്റിന് വരെ അവിടെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഈ എവറസ്റ്റിലോട്ട് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമുള്ള കടകളുണ്ട്. അപ്പോൾ അതൊന്നും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. പിന്നെ അവിടെ നിന്നും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രക്കിങ് ചെയ്യുന്ന സമയത്ത് നാംചെ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും, അവിടെ നിന്ന് മേടിക്കാം. പക്ഷേ അവിടെ റേറ്റ് അപ്പോൾ മല കയറുന്നതോറും റേറ്റ് മാറും, അത് വേറെ കാര്യം കേട്ടോ. പിന്നെ ഉള്ളത് ഇത് നമുക്ക് കഴുത്തിലും അല്ലെങ്കിൽ മുഖം മറയ്ക്കാം, മൂക്ക് വരെ മറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കട്ടിയുള്ള തുണിയാണ്. ഇത് കണ്ടോ, ഇത് നമുക്ക് രാത്രിയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ട്രക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. ഇത് കഴുത്തിൽ കൂടി ഇട്ടിട്ട് നമുക്കിവിടെ മൂക്ക് വരെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ സാധനം, ഇതും അതുപോലെ തന്നെ. ഇതിനിപ്പോൾ എന്തോ പേരുണ്ടല്ലോ, മറന്നുപോയി. ഇതുണ്ട് ഇത് മറ്റേ കഴുത്തിൽ കൂടി ഇട്ടിട്ട് കഴുത്തും ഇതും ഇങ്ങനെ ഫുള്ള് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതെന്തായാലും മേടിച്ചോ, കാരണം കഴുത്തിൽ വെയിലടിക്കാണ്ട് നോക്കണം. നമ്മൾ സാധാ തൊപ്പിയൊക്കെ ഇട്ടുമ്പോൾ ഇവിടെ വെയിലടിക്കും. വെയിലെന്ന് പറഞ്ഞാൽ അമ്മാരി വെയിലായിരിക്കും. ഒന്നാമത് ഇത്ര ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് കൊള്ളുന്ന വെയിലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അൾട്രാ വയലറ്റിലേക്ക് കൊണ്ട് നമുക്ക് ഡീഹൈഡ്രേഷനൊക്കെ സംഭവിക്കും. ഇവിടെയൊക്കെ ചിലപ്പോൾ മറ്റേ സൂര്യതാപമൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കംപ്ലീറ്റ് വെയിൽ കൊള്ളാണ്ടിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഉള്ളത് മുട്ടിന് പെയിൻ വരാണ്ടിരിക്കാനുള്ള സാധനമാണ് ഇത്. മുട്ടിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഈ ഒരു സാധനം, knee pad. അപ്പോൾ ഈ സാധനം ഉള്ളത് വളരെ നല്ലതാണ്, മുട്ടിനൊരു സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ ഒരുപാട് ട്രക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു സാധനം ഉള്ളത് വളരെ നല്ലതാണ്, മുട്ടുകാലിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവം. പിന്നെ ഉള്ളത് ഗ്ലാസ്സൊക്കെ നിർബന്ധമായിട്ട് കൊണ്ടുപോകേണ്ട സാധനമാണ്. കാരണം സൂര്യൻ്റെ ആ ഒരു ഇതടിച്ചിട്ട് നമുക്ക് ഇവിടെയൊക്കെ അതിൻ്റെ ഒരു എഫക്റ്റ് വരും, കരിവാളി ചോന്ന് ഈ ഭാഗമൊക്കെ. അപ്പോൾ ഗ്ലാസ് എന്തായാലും വെക്കണം. പിന്നെ മഞ്ഞുണ്ടെങ്കിൽ സൂര്യൻ്റെ വെട്ടം മഞ്ഞ് തട്ടിയിട്ട് നമ്മുടെ കണ്ണിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കണ്ണിലെ കാഴ്ചക്ക് പ്രശ്നം വരും. അപ്പോൾ പ്രത്യേകിച്ച് ഈ കേദാർഗന്ധ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് സത്യം ഈ സംഭവം. ആ ട്രിപ്പ് നടന്നില്ല. അപ്പോൾ അവിടെ പോകുമ്പോഴും ഇത് അവർ മസ്റ്റായിട്ട് ഗ്ലാസ് വേണമെന്ന് പറയും. ഇപ്പോൾ ഏതെങ്കിലും ഗ്ലാസ് മതി, വലിയ വിലയൊന്നും വേണം, 100 രൂപയുടെ ഒരു ഗ്ലാസ് മേടിച്ചാൽ മതി. അപ്പോൾ അത് കണ്ണിന് ഒരു സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് നമുക്കത് ആവശ്യമാണ്. അപ്പോൾ ഗ്ലാസും നിർബന്ധമാണ്. പിന്നെ ഏറ്റവും പ്രധാന ഐറ്റമാണ് നമ്മുടെ ട്രക്കിംഗ് ഷൂ. ഞാൻ വാങ്ങിച്ച ട്രക്കിംഗ് ഷൂ ആണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, നല്ല ഗ്രിപ്പ് ഉണ്ട്, പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് കണ്ടോ, അത് എൻ്റെ ഒരു ചെറുവിരലുകൊണ്ട് എടുക്കാൻ പറ്റും.
ഇതുണ്ടോ, അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. ഒരുപാട് വെയിറ്റ് ഉള്ള സാധനം മേടിക്കരുത്. ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ഗ്രിപ്പുള്ള നല്ല സാധനം മേടിക്കണം. ഈ ഷൂവിൻ്റെ വില എത്രയെന്ന് അറിയാമോ? 6000 രൂപ. എൻ്റെ ഞാൻ ഇതിലും വില കുറഞ്ഞത് മേടിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ പലരും പറഞ്ഞ് വിലക്കുറവും അഡ്ജസ്റ്റ്മെൻറ്റും ഈ കാര്യത്തിൽ നിങ്ങൾ നോക്കരുത്, കാരണം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെ ആയിരിക്കും. അതാണ് സംഭവം. അപ്പോൾ എന്തായാലും വിലയുടെ അല്ല, നല്ല സാധനം ട്രക്കിങ്ങിന് പറ്റുന്ന സാധനമാണ് സെലക്ട് ചെയ്യേണ്ടത്. വില കുറവ് നോക്കരുത് ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും വില ഉണ്ടായിട്ട് ഞാൻ ഈ സാധനം ഞാൻ വാങ്ങിച്ചു. ഇത് വാട്ടർ പ്രൂഫാണ്, പിന്നെ ട്രക്കിന് വേണ്ടി തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ട്രക്കിംഗ് ഷൂ എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും, അത് ഹൈക്കിംഗ് ഷൂ ആണോ എന്ന് നിങ്ങൾ നോക്കണം. ഹൈക്കിംഗ് ഷൂ ഒന്നും പറ്റില്ല. ഹൈക്കിംഗ് ഷൂ എന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസമൊക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇതാണ് ഫുൾ ട്രക്കിന് ഉപയോഗിക്കുന്ന ഷൂ എന്ന് പറയുന്നത്. ഫുൾ ട്രക്കിന് നമുക്ക് ഇങ്ങനത്തെ ഷൂ ആണ് വേണ്ടത്. ഇത്ര ആംഗിൾ സപ്പോർട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആംഗിൾ സപ്പോർട്ടുള്ള ഷൂ ആയിരിക്കണം. സ്പോർട്സ് ഷൂ അല്ലെങ്കിൽ റണ്ണിങ് ഷൂ ഇതൊന്നും കൊണ്ടുവരുന്നത്, അതൊക്കെ പണി പാളും. ഇതൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇട്ടുകൊണ്ട് പോവാം, പക്ഷേ ട്രക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രക്കിംഗ് ഷൂ നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക, നല്ല ട്രക്കിംഗ് ഷൂ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. ഞാൻ വാങ്ങിച്ചത് ഇതാണ്, വാട്ടർ പ്രൂഫായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ അതേ കുറേ ഐറ്റംസ് നേരെ തിരിപ്പുണ്ട്. ഇതാണ് പറയാനുള്ള അടുത്ത ഐറ്റംസ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് ടിഷ്യൂ പേപ്പറാണ്. കണ്ടോ, ഇത് ടോയ്ലറ്റ് പേപ്പർ. ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ടോയ്ലറ്റ് പേപ്പറൊക്കെ നിർബന്ധമാണ്, കാരണം അവിടുത്തെ ബാത്റൂമിൽ വെള്ളം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കുറച്ച് നാളത്തേക്ക് നമുക്ക് അമേരിക്കൻ കൾച്ചറൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ ടിഷ്യൂ പേപ്പർ നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ട സാധനമാണ്. പക്ഷേ ഇത്രയും വലുതൊന്നും കൊണ്ടുപോകണ്ട. ഇത് എൻ്റെ കയ്യിൽ ഇരുന്നത് കൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് പോകണമെന്നേ ഉള്ളൂ. ചെറിയ പാക്കറ്റ് കിട്ടും, കുഞ്ഞത്. അപ്പോൾ അതൊരു 1-2 പാക്കറ്റ് വാങ്ങിച്ചു 2 ആഴ്ചത്തേക്ക് ആവശ്യത്തിനുള്ള മേടിച്ച് വെക്കാം. എന്താണ് എൻ്റെ അടിയിൽ? എന്താ ഇത്? ഇവിടെ എന്താ പരിപാടി? ഇതെന്താ? വേറെന്തോ സംഭവം, അത് കുറേ നേരം ഒച്ചപ്പാടും പോളും. അപ്പോൾ ടിഷ്യൂ പേപ്പറിൻ്റെ പോലെ തന്നെ നമ്മൾ വേറെ സാധനം കൂടി കൊണ്ടുപോകുന്നുണ്ട്. ഇത് വെറ്റ് വൈപ്പ് ടിഷ്യൂ പേപ്പറാണ്. അതായത് ഇത് വെറ്റ് വൈപ്പ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. ഇത് അതിൻ്റെ വലുത്. ഇതെന്ന് പറഞ്ഞാൽ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ചിലപ്പോൾ നമുക്ക് കുളിക്കാൻ പറ്റണമെന്നില്ല, എല്ലാ ദിവസവും കുളിക്കാൻ പറ്റണമെന്നില്ല. എനിക്കിവിടെ നാംചെ ബസാറിൽ കുളിക്കാം 3-ാമത്തെ ദിവസം. അപ്പോൾ എല്ലാ ദിവസവും കുളിയൊക്കെ കണക്ക് തന്നെ ആയിരിക്കും. പിന്നെ എത്ര തണുപ്പത്ത് കുളിക്കാനും തോന്നാൻ സാധ്യതയില്ല, നല്ല കിടിലം തണുപ്പായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് 10 പീസുണ്ട്. ഇത് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് മേലിങ്ങനെ തുടച്ച് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു സംഭവമില്ലേ, ആ സംഭവം മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരെണ്ണം എടുത്തിട്ട് മേല് മൊത്തം തുടച്ച് വൃത്തിയാക്കാം. അതേപോലെ തന്നെ ഹാൻഡ്, കൈ തുടയ്ക്കാനും പിന്നെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും തുടക്കാനുണ്ടെങ്കിൽ ഇത് 30 പീസുണ്ട്. അപ്പോൾ ഇതൊരെണ്ണം കൊണ്ടുപോകണത് വളരെ നല്ലതാണ്. പിന്നെ അടുത്ത് കൊണ്ടുപോകണത് സാനിറ്റൈസർ കൊണ്ടുപോകണം. ഇത് നമുക്ക് കയ്യിൽ മറ്റേ സ്പ്രേ അടിക്കുന്ന ടൈപ്പ് സാനിറ്റൈസറാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൽ ഈ സംഭവം മനസ്സിലായി, നമ്മൾ ഇപ്പോൾ ടോയ്ലറ്റ് യൂസ് ചെയ്യാമല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു ട്രിപ്പിന് പോകുമ്പോൾ എന്തായാലും ഇന്ത്യൻ ക്ലോസറ്റ് ആവാനാണ് സാധ്യത. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നോക്കാം, എനിക്ക് അറിഞ്ഞൂടാ. സാധാരണ നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ അതിനകത്ത് ഒരുപാട് പേര് വരികയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ ടോയ്ലറ്റിൽ നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് അടിക്കാനായിട്ട് സാനിറ്റൈസർ പോലത്തെ സാധനം കിട്ടുന്നത് ഇത് കണ്ടാൽ, അല്ലെങ്കിൽ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത് അടിച്ചാലും മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ എപ്പോഴും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനം ഉള്ളത് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന സാധനമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അത് കൊണ്ടുപോകണം. പിന്നെ ഞാൻ കൊണ്ടുപോകണം ഇത് എൻ്റെ ഒരു തലയിൽ തേക്കുന്ന ഒരു ഓയിലാണ്. അത് പോട്ടെ, അതിൻ്റെ ആവശ്യം വരില്ല. ഇത് സൺസ്ക്രീൻ നിർബന്ധമായിട്ട് വേണ്ട ഒരു സാധനമാണ്. സൺസ്ക്രീൻ ഉറപ്പായിട്ടും വേണം. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സാധനം ഇട്ടിട്ട് ഇറങ്ങണം. കയ്യിലും മുഖത്തും തേക്കാൻ പറ്റുന്ന സൺസ്ക്രീൻ മേടിക്കണം. കമ്പനി നോക്കണ്ടേ, ഞാനിപ്പോൾ കിട്ടിയത് ഒരെണ്ണം മേടിച്ചെന്നുള്ളൂ. അപ്പോൾ സൺസ്ക്രീൻ ഉറപ്പായിട്ടും കൊണ്ടുപോകണം, അല്ലെങ്കിൽ കരിഞ്ഞൊരു വഴിയാവും. പിന്നെ ഉള്ളത് ഫേസ് വാഷാണ്. ഫേസ് വാഷ് ഒരെണ്ണം കൊണ്ടുപോകുന്നുണ്ട്. ഇത് മറ്റേ ക്രീം, തണുപ്പുള്ളതുകൊണ്ട് നമ്മുടെ കൈയും കാലൊക്കെ ഇങ്ങനെ വരണ്ടു പോകും. അതായത് നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ കൈയൊക്കെ വരളും. അത് നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളപ്പാട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തേക്കേണ്ട സംഭവമാണ് ഇത്. ഇതിനെന്താ പേര് പറയണം, മോയ്സ്ചറൈസിങ് ക്രീം. അതന്നെ. ആ സാധനം എന്തായാലും വേണം, കാരണം നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ കയ്യും കാലൊക്കെ വരളും. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അതെന്താ പ്രശ്നം, അത് തേച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം, അത് വെച്ചുകൊണ്ടിരുന്നാൽ അവിടെ വിണ്ട് കയറും. അപ്പോൾ പിന്നെ പൊട്ടലാവും, പെയിനാവും, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആ സാധനം ഉറപ്പായിട്ടും വേണം. പിന്നെ അതുപോലെ ലിപ് ബാം, ചുണ്ട് പൊട്ടാണ്ടിരിക്കുക. ചുണ്ട് പൊട്ടിക്കഴിഞ്ഞിട്ടല്ല, പൊട്ടുന്നതിന് മുമ്പ് തേക്കണം. തണുപ്പ് സമയത്ത് നമ്മുടെ ചുണ്ട് പൊട്ടൽ, വിണ്ട് കയറൽ അതുണ്ടാവും. അപ്പോൾ ലിപ് ബാം എന്തായാലും വേണം. പിന്നെ അതുപോലെ തന്നെ മറ്റേ മൗത്ത് വാഷ് ഒരെണ്ണം കൊണ്ടുപോകുന്നുണ്ട്. മൗത്ത് വാഷ് ഒരെണ്ണം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ബ്രഷ് കൊണ്ടുപോകുന്നുണ്ട് പല്ല് തേക്കാൻ.
പിന്നെ ചെറിയൊരു പേസ്റ്റ്. അപ്പോൾ പേസ്റ്റ് പല്ലൊക്കെ തേക്കാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം നല്ല തണുത്ത വെള്ളമാണെങ്കിൽ ഞാൻ ഉത്തരാഖണ്ഡിൽ പോയപ്പോൾ പണി പാളിയതാ. തണുത്ത വെള്ളത്തിൽ വായിലൊക്കെ എടുക്കുമ്പോൾ തണുത്ത് കയ്യിലെടുക്കുന്ന കൈയൊക്കെ മരവിച്ചു. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ ഇതാവശ്യം വരും. അതുകൊണ്ടാണ് ഇത് കൊണ്ടുപോകണം. പിന്നെ വേറെ പ്രധാനപ്പെട്ടൊരു സാധനമാണ് ഇത് ORSൻ്റെ പാക്കറ്റാണ്. നമുക്ക് നിർജ്ജലീകരണം സംഭവിക്കാണ്ടിരിക്കാൻ, അതായത് ഡീഹൈഡ്രേഷൻ സംഭവിക്കാണ്ടിരിക്കാൻ ORSൻ്റെ പാക്കറ്റ് നമ്മൾ ഇത് കുപ്പി കൊണ്ടുപോകുന്നുണ്ട്. ഇത് കൂടാണ്ട് നമ്മളെ ബാബുക്ക കുപ്പി വേറെ എക്സ്ട്രാ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കുപ്പിയിൽ നമ്മൾ ഈ സാധനം കലക്കി വെക്കും. ഇത് ഡെയിലി ഒരു ഒന്നല്ല ഒരു 2-3 പാക്കറ്റ് നമ്മൾ കലക്കി കുടിക്കണം. 1 ലിറ്റർ വെള്ളത്തിലാണ് ഒരു പാക്കറ്റ് ഇടേണ്ടത്. അങ്ങനെ നമ്മൾ 24 പാക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി ഈ സാധനം കുടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ശരീരം ഡീഹൈഡ്രേഷൻ സംഭവിക്കാതെ അല്ലെങ്കിൽ നിർജ്ജലീകരണം നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സാധനമാണ് ORS. ഇതെല്ലാം മെഡിക്കൽ ഷോപ്പിലും കിട്ടും. ഇത് ഞാൻ ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവറാണ് മേടിച്ചാണ്. ORSൻ്റെ പാക്കറ്റ് കൊണ്ടുപോക്കോ, ഉറപ്പായിട്ടും വേണം. നിങ്ങൾ എല്ലാ ദിവസവും ഈ സാധനം 2-3 കലക്കി കുടിക്കണം. പിന്നെ അതുകൂടാണ്ട് ഈ സാധനം കണ്ട, ഇത് വാട്ടർ ബാഗ് എന്ന് പറയും. ഇതിനകത്ത് നോർമൽ വെള്ളം നമ്മൾ നിറയ്ക്കും. ഇത് 2 ലിറ്ററിൻ്റെയാണ് ഞാൻ മേടിച്ചേക്കണം. ഇത് കണ്ട, ഇത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെള്ളം നിറച്ച ശേഷം നമ്മൾ എന്ത് ബഹളമാണ് പോയി എൻ്റെ ഇത് വെള്ളം നിറച്ച ശേഷം നമ്മൾ ഇത് ബാഗിലിടും. ബാഗിൽ നിന്ന് എന്നിട്ട് ഈ ഒരു വള്ളി പുറത്തേക്ക് ഇട്ടിട്ട് നമ്മളപ്പോൾ എപ്പോഴും വെള്ളത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയും ബാഗ് ഊരിയൊന്നും വേണ്ട. ഇതിങ്ങനെ ഊരിയിട്ട് ഇതിങ്ങനെ വലിച്ചുപിടിക്കും. അതിനുള്ള സംഭവമാണ്. ഇതിനകത്ത് നോർമൽ വാട്ടർ. പിന്നെ വാട്ടർ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കിട്ടുന്ന വെള്ളം അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് മേടിക്കും. ആ ഒരു സാധനം എന്താണ് വെള്ളത്തിൽ നമ്മൾ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അരമണിക്കൂർ ഇട്ട് വെക്കണം. അതിനുശേഷം നമ്മൾ ആ ഒരു വെള്ളം കുടിക്കേണ്ട, അല്ലെങ്കിൽ അതിനുശേഷം വേണം ഇതിനകത്ത് നിറച്ച് വെക്കാനായിട്ട്. അത് ഇവിടെ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ കാഠ്മണ്ഡു എത്തിയിട്ട് നമുക്ക് വാട്ടർ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് മേടിക്കാം. അതെന്തായാലും ഉറപ്പായിട്ട് മസ്റ്റായിട്ട് വേണ്ട സാധനമാണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ്. കാരണം കിട്ടുന്ന വെള്ളം അത്ര നല്ലതായിരിക്കില്ല. പിന്നെ കുറച്ച് ഒരു പരിധി നമ്മൾ അത്യാവശ്യം ട്രക്ക് ചെയ്തൊരു എനിക്ക് 5-6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ പൈസ കൊടുത്തിട്ട് മിനറൽ വാട്ടർ മേടിക്കേണ്ടി വരും. അതൊരു ബോട്ടിലിന് 500 രൂപയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് കറക്റ്റ് എമൗണ്ടൊക്കെ അവിടെ ചെന്നിട്ട് വരാം. ഏകദേശം 500 രൂപ വരും. നല്ല എക്സ്പെൻസീവാണ്, ഒരു രക്ഷയില്ലാത്ത എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ 400 രൂപ 550 രൂപ വരെ ചാർജ് വരും ഒരു തവണ മൊബൈൽ ചാർജ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ എക്സ്പെൻസ് ഉണ്ട്, വഴി ഞാൻ പറയാം. പിന്നെ ഉള്ളത് നമ്മൾ മെഡിക്കലിൻ്റെ സംഭവങ്ങളാണ്. ഇത് പനിയുടെ ഗുളിക, ഇത് കണ്ടാ, ഇത് പാരസെറ്റമോളാണ്. ഇത് ജലദോഷത്തിൻ്റെ ഗുളിക. ഇത് വയറിളക്കത്തിൻ്റെ 2 ടൈപ്പ് ഗുളികകളുണ്ട്. വയറിളക്കം വന്നാൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഗുളിക. ഇത് വിക്സ്, എന്തെങ്കിലും തലവേദന കേസ് വല്ലതും വന്നു കഴിഞ്ഞാൽ തേക്കാം. ഇത് മൂക്കൊലിപ്പ് വന്നാൽ മറ്റേ ഇൻഹേലർ മേടിച്ചിട്ടുണ്ട്. തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏലാതി കുറച്ചുണ്ട്, സ്റ്റെപ്സിൽസ് ഉണ്ട്. കണ്ടാ, ഇത്രയും ഐറ്റംസാണ് നമ്മൾ മെഡിക്കലായിട്ട് കൊണ്ടുപോകണം. ഇത് കൂടാണ്ട് AMS എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വരും. അതായത് ഓൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ സിക്നസ്, അതായത് ഹൈ ഓൾട്ടിറ്റ്യൂഡിലോട്ട് പോകുമ്പോൾ നമുക്ക് തലവേദന, ഛർദിലോ അല്ലെങ്കിൽ അസ്വസ്ഥതകളൊക്കെ വരും, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. അതിന് AMS എന്നാണ് പറയുന്നത്. AMSന് വേറൊരു പേര് കൂടിയുണ്ട്. എന്താണെന്ന് അറിയാമോ? നിശബ്ദനായ കൊലയാളി. ശ്രദ്ധിച്ചില്ലെങ്കിൽ തട്ടിപ്പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഹൈറ്റിലോട്ട് പോകണം. ഈ ഹൈറ്റിലോട്ട് പോകുന്നതോറും ഓക്സിജൻ്റെ ലെവൽ കുറയും. ഏകദേശം 3000-3500 അടി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓക്സിജൻ ലെവൽ ഇങ്ങനെ കുറഞ്ഞ് വരും. എനിക്ക് തോന്നുന്നു 4000 അടിക്ക് മുകളിലെന്നൊക്കെ പറഞ്ഞാൽ 50% ഓക്സിജൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഭാഗത്തോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് AMSൻ്റെ ഒരു ഗുളിക കിട്ടും. ഡൈമോക്സി എന്നാണ് അതിൻ്റെ പേര്, ഡൈമോക്സി. അത് നമ്മൾ മേടിച്ചിട്ട് വെറുതെ തിന്നരുത്. ആരോടെങ്കിലും ചോദിച്ചിട്ട് ഡോക്ടറുടെ ഒരു കൺസൾട്ടോട് കൂടി വേണം അത് കഴിക്കാനായിട്ട്. ശരിക്കും AMS വന്ന് കഴിഞ്ഞിട്ട് ആ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. അത് വരുന്നതിന് മുമ്പാണ് ഈ സാധനം കഴിക്കേണ്ടത്. അപ്പോൾ 24 മണിക്കൂർ മുമ്പ് കഴിക്കണമെന്നാണ്. നമ്മൾ ഇത്രയും ഹൈ ഓൾട്ടിറ്റ്യൂഡ് പോകുമെന്ന് നമുക്ക് എന്തായാലും അറിയാമല്ലോ. അത് നമ്മുടെ കൂടെ ട്രക്കിന് വരുമ്പോൾ ഗൈഡ് ഉണ്ടാവും. ഗൈഡ് എല്ലാം കൺട്രോൾ ചെയ്യും. പിന്നെ നമുക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ബാബുക്ക ഉള്ളതുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻസ്. ബാബുക്ക ഡോക്ടർ കൂടിയാണ്. ബാബുക്കെല്ലാം പറഞ്ഞു അല്ലേ എപ്പോൾ കഴിക്കണം, എന്ത് ചെയ്യണം. അതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ആയ സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഡൈമോക്സി എന്തായാലും മേടിച്ച് വെക്കണം. അത് നിർബന്ധമായിട്ട് വേണ്ട സാധനമാണ്. ഇത് ചിലവർക്ക് ഇത് വേണ്ടി വരാറില്ല, പക്ഷേ എന്നാലും നമ്മൾ റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കണ്ടു കഴിഞ്ഞാൽ കോമഡിയാണെന്ന് തോന്നുന്ന വേറൊരു സംഭവമുണ്ട്. ഇതുണ്ടാ, കപ്പലണ്ടി മിഠായി വരെ ഇട്ട് നമ്മൾ കാശുവണ്ടി പരിപ്പ് വരെ ഉണ്ട്. ഈടെ കള്ളപ്പന്നി അതിൻ്റെ ഇടക്ക് വേറെ പരിപാടിയും കൊണ്ട് നടക്കാൻ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കപ്പലണ്ടി മിഠായി, ബദാമും, കുറച്ച് ചോക്ലേറ്റ്, സ്നിക്കേഴ്സ്, പിന്നെ കുറച്ച് കശുവണ്ടിയുടെ സംഭവങ്ങൾ. ഇതെന്തിനാണ് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ
നമുക്ക് ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ വിശപ്പ് തോന്നില്ല. അതൊക്കെ ഈ AMSൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. വിശപ്പ് തോന്നി നമുക്ക് ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കഴിക്കാണ്ടൊക്കെ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടത്തിലോട്ട് വരും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ സ്നിക്കേഴ്സ് ആണ് പലരും കൊണ്ടുപോകുന്നത്. സ്നിക്കേഴ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊണ്ടുപോകും. അപ്പോൾ ഇത് നമുക്ക് തിന്നാനും കുറച്ച് ടേസ്റ്റാണല്ലോ, മധുരമുണ്ട്, ഷുഗറുണ്ട്. പിന്നെ ഈ ചോക്ലേറ്റ് നമ്മൾ തിന്നും, പ്രത്യേകിച്ച് വലിയ ഒന്നും തിന്നാൻ മൂടില്ലെങ്കിലും ഇത് നമ്മൾ കഴിക്കാനുള്ളൊരു മൂഡ് വരും. അല്ലെങ്കിൽ പിന്നെ കശുവണ്ടി ചുമ്മാ ചവച്ച് തിന്നാൻ നല്ലതാണ്, ബദാം. അപ്പോൾ ഈ സംഭവമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്, പീനട്ട്സ് ആണല്ലോ. അപ്പോൾ ഇങ്ങനൊരു സാധനം കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം ഒന്നാമത് അവിടെ നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ ഒരു പാക്കേജിൽ ഫുഡ് ഇൻക്ലൂഡ് ആണെങ്കിലും നമ്മുടെ ഈ മൗണ്ടൻ സിക്നെസ്സിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കയ്യിൽ കരുതുക. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പും മാറും, അത് നല്ലതുമാണല്ലോ, പീനട്ടും കപ്പലണ്ടിയൊക്കെ അല്ലേ. പിന്നെ ഇത് മേടിക്കുന്നേക്കാളും നല്ലത്, ഈ സാധനം മേടിക്കുന്നേക്കാളും നല്ലത് ഒരു കപ്പലണ്ടി മിഠായിയാണ്. കാരണം ഇത് തന്നെയാണ് അതും, മനസ്സിലായി, ഏറ്റവും ചീപ്പസ്റ്റ് വേ ആണ് കപ്പലണ്ടി മിഠായി. ഈ സാധനം മേടിച്ചാൽ മതി. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഈ ഒരു ചോക്ലേറ്റും സാധനമൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇതിനേക്കാൾ എക്സ്പെൻസീവ് കുറവല്ലേ ഈ സാധനം. ഇതിനകത്തുള്ളത് തന്നെയാണ് അതിനകത്തുള്ളത്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. കപ്പലണ്ടി മിഠായി ഉണ്ടോ അത് കുറച്ച് പാക്കറ്റ് മേടിച്ച് വെച്ചോ. ഞാനിവിടെ ഒരു 8-10 പാക്കറ്റ് മേടിച്ച് നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടുപോകണം. പിന്നെ കൊണ്ടുപോകുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് കിലോ വെയിറ്റ്. അതായത് കാഠ്മണ്ഡുവിൽ നിന്ന് ലൂക്ല ഫ്ലൈറ്റ് കയറാൻ നേരത്ത് വെയിറ്റ് 15 കിലോ മാക്സിമം അവർ കയറ്റാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉള്ള ഡ്രസ്സ് മൊത്തം എടുത്ത് മേത്തിടും. അത് കിടില പരിപാടിയല്ലേ, കുറച്ച് മേത്തങ്ങ് ഇടുക, എന്നിട്ട് കയറ്റിക്കൊണ്ട്. അപ്പോൾ 15 കിലോ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ 20 കിലോ വരെ കൊണ്ടുപോകാം. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് കാഠ്മണ്ഡു ടു ലൂക്ല കയറാൻ പറ്റില്ല, അങ്ങനെ ഒരു ഇഷ്യൂ വരും. അപ്പോൾ 15 കിലോ മാക്സിമം നിങ്ങൾ ലഗേജ് മാക്സിമം കുറക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെയുള്ള വേറെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊപ്പം പോർട്ടർ ഉണ്ടാവും, ക്യാരി ചെയ്യുന്ന ഷെർപ്പുകളുണ്ടാവും. അപ്പോൾ അവരായിരിക്കും മെയിൻ നമ്മുടെ കംപ്ലീറ്റ് സാധനങ്ങളും അവർ കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഡിഫിൾ ബാഗിൽ മാത്രമാണ് അവർ കൊണ്ടുപോകുള്ളൂ എന്നാണ് പറഞ്ഞത്. ഡിഫിൾ ബാഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഒരു ഇങ്ങനെ പിടിക്കണ ബാഗ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ബാബുക്ക ഈ ഒരു ട്രിപ്പിൽ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ബാഗിൽ സാധനങ്ങൾ കൊണ്ടുപോയ ശേഷം അതിനകത്തേക്ക് കാഠ്മണ്ഡു എത്തിയിട്ട് അതിനകത്തേക്ക് മാറ്റും, ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് ആ ബാഗ് മാത്രമേ അവർ എടുക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ബാഗ്. ഇതൊരു 65 ലിറ്ററിൻ്റെ വലിയൊരു ബാഗാണ്, കണ്ടോ, ഇത്രയുണ്ട്. ഇതിനകത്ത് റെയിൻ കവറും കൂടി ഇൻക്ലൂഡാണ്, ഇതുണ്ടോ, എൻ്റെ അടിയിൽ തന്നെ ഇതിനൊപ്പം ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ബാഗാണ് ഞാൻ കഴിഞ്ഞ കുറേ ട്രിപ്പുകളിലൊക്കെ കൊണ്ടുപോയി. നമ്മൾ ലക്ഷദ്വീപിൻ്റെ ട്രിപ്പ്, അതുപോലെ ഉത്തരാഖണ്ഡൊക്കെ നേരത്തെ പോയപ്പോൾ ഈ ഒരു ബാഗാണ് കൊണ്ടുപോയി. ഇതിനകത്തെല്ലാം കയറിക്കൊള്ളും. ഇത് കൂടാണ്ട് ഈ ഒരു ബാഗ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇത് 20 ലിറ്ററിൻ്റെ ട്രക്കിംഗ് ബാഗാണ്, ട്രക്കിങ്ങിന് പറ്റുന്ന ബാഗാണ്. ഇത് കണ്ട പുറകിൽ കുറച്ച് ഒരു ഇതൊക്കെ ഉള്ളത്, നമുക്ക് ഇടാൻ സൗകര്യത്തിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബാഗാണ്. ഇതിൻ്റെ വില 1500 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ മറന്നുപോയി. ഇതിൻ്റെ വില 1600 രൂപ. ഞാൻ ഓൺലൈൻ മേടിച്ചാണ് കേട്ടോ, ആമസോണിലുണ്ട്. ഞാൻ അത്യാവശ്യം ഞാൻ പറയുന്ന കാര്യങ്ങളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആമസോണിൻ്റെ ലിങ്ക്, അപ്പം നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബാഗാണ്, അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ബാഗാണ്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ വെച്ച വാട്ടർ ബാഗില്ലേ, ഉള്ളിൽ വെള്ളം ഇട്ടിട്ട് ഒരു ഹോസ് ഇട്ട് വലിക്കുക. അപ്പോൾ അതിനുള്ള സൗകര്യമൊക്കെ ഇതിൽ തന്നെ ഉണ്ട്, ആ ഹോസ് വലിക്കാനുള്ളൊരു ഹോള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പിന്നെ കൊണ്ടുവന്ന ഒരു ബാഗ്. ഈ ബാഗ് ഇട്ടിട്ടാണ് നമ്മൾ ട്രക്ക് ചെയ്യാൻ പോകണം. ഇതായിരിക്കും നമ്മൾ ട്രക്കിങ്ങിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ പവർ ബാങ്ക്, അതുപോലെ ഫോണ്, ക്യാമറ, പിന്നെ എന്തെങ്കിലും അത്യാവശ്യമുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യണം. നമ്മുടെ തോളത്ത് കിടക്കുന്ന ഈ ബാഗായിരിക്കും. ഈ ബാഗിലുള്ള ഐറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പോർട്ടർ, ഷെർപ്പേഴ്സ് ഉണ്ടാവും, അവരായിരിക്കും ക്യാരി ചെയ്യണം. വേറൊരു ബാഗിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് അവരത് ക്യാരി ചെയ്ത് നമ്മൾ എല്ലാ ദിവസവും അവർ ക്യാരി ചെയ്ത് നമ്മൾ സാധനങ്ങൾ ഓരോ സ്ഥലത്ത് എത്തിച്ചു തരും. അതുകൊണ്ട് വലിയ ലോഡ് നമുക്ക് വരുന്നില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഈ ബാഗിലാക്കിയിട്ട് അത് മാത്രമാണ് നമ്മൾ എടുക്കുകയുള്ളൂ. പിന്നെ റെയിൻ കോട്ട്, അങ്ങനെയുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ആ ബാഗിലാക്കിയിട്ട് അത് മാത്രം നമ്മൾ തോളത്തിട്ട് കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് നമ്മുടെ ക്യാമറ ഇല്ലാണ്ട് എന്താ ആഘോഷം. അപ്പോൾ ഈ ഒരു ക്യാമറ കൊണ്ടുപോകുന്നുണ്ട്. ഞാനത് ഇത് എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ നമ്മുടെ ഒരു ലൈഫ് ടൈം ഒരു സാധനമല്ല, ഇനിയും ഇവിടെ പോവില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം എക്സ്പെൻസീവും ഉള്ള ട്രിപ്പുമാണ്. അപ്പോൾ എന്തായാലും പിക്ചർ എന്തായാലും എടുക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഗോപ്രോയിലാണ്. ഗോപ്രോ കൂടാണ്ട് മൊബൈൽ ഫോണുണ്ട്. പിന്നെ ഈ ഒരു ക്യാമറ, കുറച്ച് ഫോട്ടോസൊക്കെ തകർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാമറ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരയിൽ ഇങ്ങനെ കെട്ടി വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. അതാകുമ്പോൾ ഇങ്ങനെ അരയിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫോണ്, പേഴ്സ്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. വലിയ കാര്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരൊറ്റ ബാഗിൽ വലിയ ലോഡ് വരില്ലല്ലോ, കുറച്ച് സാധനങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എടുത്താൽ മതി. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക്
ഷൂ ഇട്ട് വെക്കാനാണ്. നമ്മുടെ ട്രെക്കിംഗ് ഷൂ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഷൂവിന് വേണ്ടിയിട്ടുള്ള ബാഗാണ്. കേട്ടോ, ബാഗിൻ്റെ പുറത്ത് സെപ്പറേറ്റ് തൂക്കിയിട്ട് നടക്കാം. അപ്പോൾ അതൊരു നല്ലൊരു സാധനം എന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ്. ഇപ്പോൾ ആവശ്യം വരും എന്ന് വിചാരിക്കണം. പിന്നെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ട്രെയിനിലോ ഫ്ലൈറ്റിലോ കാറിലോ എവിടേക്കും പോകുമ്പോൾ ഇവിടെ വെക്കാനുള്ളത്. ഇങ്ങനെ കഴുത്തിൽ കൂടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ പേരൊക്കെ മറന്നുമല്ല, എന്തെങ്കിലും ആയിട്ട് ഇതിന് സംഭവം മനസ്സിലായില്ലേ? ഈ ഒരു സാധനം ഇതിപ്പോൾ എയർ വീർപ്പിക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഊതി വീർപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യം കഴിയുമ്പോൾ അതിൻ്റെ എയർ കളയുകയും ചെയ്യാം. അപ്പോൾ അത് സ്പേസ് ഒരുപാട് ബാഗിൽ കിട്ടുന്ന ഒരു സംഭവം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാധനം മേടിച്ചത്. അപ്പോൾ വീർപ്പിക്കാൻ പറ്റുന്നത് മേടിക്കണം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ വീർപ്പിക്കാം. എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള, അത് ചില സമയത്ത് നമുക്ക് രാത്രി ഉറങ്ങുമ്പോൾ തലോണയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ മൾട്ടിപർപ്പസാണ്. പിന്നെ മെയിൻ സംഭവമാണ് നമ്മുടെ പവർ ബാങ്ക്. 3 പവർ ബാങ്കാണ് ഞാൻ കൊണ്ടുവന്നത്. ഇത് 10,000-ൻ്റെയാണ്, ഇതും 10,000-ൻ്റെയാണ്, ഇത് 20,000-ൻ്റെയാണ്. പവർ ബാങ്ക് കൊണ്ടുപോകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എയർപോർട്ടിൽ ഇത് കയറ്റോ ഇല്ലയോ എന്നൊരു പ്രശ്നമുണ്ട്. അതായത് എണ്ണ എയർപോർട്ടിൽ ഇപ്പോൾ നമ്മൾ പവർ ബാങ്ക് കൊണ്ടുപോകുമ്പോൾ ഹാൻഡ് ബാഗ്, നമ്മുടെ കയ്യിൽ വെക്കുന്ന ബാഗിൽ മാത്രമേ പവർ ബാങ്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ചെക്കിങ് ബാഗിൽ കയറ്റി വിടരുത്, പണി പാളും. അവരെടുത്ത് കളയുള്ളൂ, വേറെ ഒന്നും ചോദിക്കാൻ പറയുന്നില്ല. അപ്പോൾ പവർ ബാങ്ക് കൊണ്ടുപോകാൻ സൂക്ഷിക്കുക. പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് 2 പവർ ബാങ്ക് വരെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും, വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ 3 എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് പവർ ബാങ്കിൻ്റെ ആവശ്യം എന്തായാലും വേണം. ക്യാമറ ചാർജ് ചെയ്യണം, ബാറ്ററിയുടെ പ്രശ്നങ്ങൾ. അപ്പോൾ പവർ ബാങ്കിൻ്റെ ആവശ്യം കൂടുതലാണ്. പിന്നെ അവിടെ ചാർജ് ചെയ്യാൻ പറ്റും, പക്ഷേ വില കുറച്ച് പ്രശ്നമാണ്. കാരണം നമുക്ക് ആദ്യം കയറുന്ന സമയത്ത് 300 രൂപയ്ക്ക് ആയിരിക്കും ഒരു ചാർജിങ്ങിന് വേണ്ടി വരുന്നത്. പിന്നെ അത്യാവശ്യം മല കയറി മുകളിലെത്തും തോറും അത് 550 രൂപ വരെ ഒരു സമയത്ത് ചാർജ് ചെയ്യാനായിട്ട്. ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സാധനം ചാർജ് ചെയ്യാൻ 550 രൂപ. അപ്പോൾ അങ്ങനത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പരിപാടി ആയതുകൊണ്ടാണ് പവർ ബാങ്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എന്തായാലും ഞാൻ 40,000 mAh ആണ് ടോട്ടലി കൊണ്ടുപോകണം. ഇത് 20,000, ഇത് 10,000. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാധാരണ ഒരു ആളൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 20,000-ൻ്റെ ഒരു ഒരെണ്ണോ അല്ലെങ്കിൽ 20,000-ൻ്റെ 2 ഉണ്ടെങ്കിൽ കറക്റ്റാണ്, വലിയ കുഴപ്പമില്ല. എയർപോർട്ടിലും പ്രശ്നമില്ല, 2 അല്ലേ ഉള്ളൂ, 2 കാണിക്കാമല്ലോ. പിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ, അതെന്തായാലും വേണം. പിന്നെ ട്രിമ്മർ, ഇത് 2 ആഴ്ചത്തെ ഒരു പരിപാടിയില്ല, അതുകൊണ്ട് നമുക്ക് അല്ല താടിയുടെ പരിപാടി അഡ്ജസ്റ്റ് ചെയ്യാനൊരു ട്രിമ്മർ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ ഓപ്ഷനല്ല. പിന്നെ ഇത് ഹെഡ് ടോർച്ചാണ്. ഹെഡ് ടോർച്ചിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രാത്രി സമയത്ത് ചിലപ്പോൾ പവർ ഉണ്ടാവണമെന്നില്ല. അതായത് ഒരു 8 മണിയൊക്കെ ആവുന്ന സമയത്ത് അവർ പവർ ഓഫ് ചെയ്യും. അവിടെ മൊത്തം സോളാറിൻ്റെ പരിപാടിയില്ല, റോഡും ഇല്ല, കറണ്ടില്ല, വെള്ളമില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ രാത്രിയിൽ വല്ല നമുക്ക് പുറത്തേക്ക് ഇറങ്ങണ്ട അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകേണ്ടി വന്നാൽ നമുക്ക് ഈ സാധനം ഉള്ളത് വളരെ നല്ലതല്ലേ, ഹൈറ്റ്. അപ്പോൾ ഹെഡ് ടോർച്ച് ഇത് ഉള്ളത് നല്ലതാണ്. രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ വലിയ അധികം വിലയില്ല, ഇതിന് 100 രൂപ എല്ലാം മറന്നു കേട്ടോ. ഞാൻ ടെക്കാത്തുള്ളിൽ നിന്നാണ് സാധനങ്ങൾ കുറേയൊക്കെ മേടിച്ചേക്കണം. ഇത് USB ചാർജറാണ്, നമുക്ക് പവർ ബാങ്ക് കുത്തിയാണെങ്കിലും ചാർജ് ചെയ്യാം. പിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് ഒരു ട്രാവൽ അഡാപ്റ്റർ. അതായത് നമുക്ക് ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ പ്ലഗും എടുക്കണമെന്നില്ല. ഇപ്പോൾ ഇത് ഇന്ത്യൻ ടൈപ്പാണ്, അതായത് ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു പ്ലഗ് തന്നെ ഉപയോഗിക്കാം, ഈ ഒരു പോർട്ടാണ്. പിന്നെ യൂറോപ്പിലോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ ജപ്പാനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഉപയോഗിക്കാനേ പറ്റുള്ളൂ, കുത്തുമ്പോൾ ഇത്. അതേപോലെ തന്നെ ഇവിടെ വേറൊരു ഇതുകൊണ്ട് കണ്ട, ഈ ഒരു ടൈപ്പ്. അപ്പോൾ ഇത് USB ചാർജിങ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. കണ്ട 2 പോർട്ട് വേറെ ഉണ്ട്, ഇങ്ങനത്തെ ഉണ്ട്. ഇപ്പോൾ ഇതുള്ളത് നല്ലതാണ്. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഞാനത് സ്ഥിരം ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് SSD ആണ്. നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു SSD നേരത്തെ ഉള്ളതാണ്, അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ദിവസത്തെ വീഡിയോസും കോപ്പി ചെയ്യുന്നത് ഇതിനകത്തേക്കായിരിക്കും. ഇത് 500 GB ഉള്ളൂ, തികയോന്നറിയില്ല. കുറച്ച് മെമ്മറി കാർഡ് വേറെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാർഡ് റീഡർ. നമുക്ക് മെമ്മറി കാർഡ് എന്തെങ്കിലും ആവശ്യം വന്ന് ഫോണിലോട്ട് മാറ്റി ഫയലൊക്കെ മാറ്റണമെങ്കിൽ ഒരു കാർഡ് റീഡർ വേണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇത് ഗോപ്രോൻ്റെ ചാർജറാണ്. ഇതൊരു വള്ളി കുത്തി നേരെ പവർ ബാങ്കിലോട്ട് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ചാർജ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സൗകര്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് 2 ഗോപ്രോൻ്റെ ബാറ്ററി ഇടാൻ പറ്റും. ഡുവൽ ബാറ്ററിയാണ്, കണ്ടോ, ഡുവൽ ബാറ്ററി ചാർജറാണ്. അത് നമുക്ക് പവർ ബാങ്കായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെയുള്ളത് എൻ്റെ മൊബൈൽ ഫോൺ OnePlus 80 ആണ് ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ. ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇത് വയർലെസ് ഹെഡ്ഫോണാണ്, അത് വല്ല മ്യൂസിക് കേൾക്കാൻ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആവശ്യം വരും. പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന പാസ്പോർട്ടും പിന്നെ ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ആധാർ എന്തെങ്കിലും കൊണ്ടുപോകണം. പാസ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രിപ്പിൽ ആവശ്യമില്ലാത്ത സംഭവമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതായത് നേപ്പാൾ പോകാനായിട്ട് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല, ഒരു ID കാർഡ് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി കിട്ടും. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ
കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം കേട്ടോ. അതിൻ്റെ കാര്യം വഴിയെ പറയാം, പോകുന്ന വഴി പറയാം, അത് ഹെവി സീനാണ്. അപ്പോൾ പാസ്പോർട്ട് എന്തായാലും കയ്യിൽ വെക്കണം. നിങ്ങൾ ഇപ്പോൾ മൊബൈൽ ഫോൺ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പാസ്പോർട്ടിൻ്റെ ആവശ്യം വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നോർമൽ രീതിയിൽ നേപ്പാളിലോട്ട് കയറാൻ ഇന്ത്യക്കാർക്ക് പാസ്പോർട്ട് വേണ്ട, ID കാർഡ് മാത്രം മതി. പക്ഷേ പാസ്പോർട്ട് നിങ്ങൾ കയ്യിൽ വെക്കണം. അങ്ങനെ കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പാസ്പോർട്ട് എന്തായാലും എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫോൺ എടുക്കണമെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നണം. ഒരു മിനി ചെറിയൊരു ട്രൈപോഡ്, പിന്നെ ഒരു സെൽഫി സ്റ്റിക്ക്, എന്തെങ്കിലും ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ, തകർക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിഡിലൻ സംഭവം നമ്മൾ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? ഇതേ ഇരിക്കണം, ഒരു ഇന്ത്യൻ ഫ്ലാഗ് നമ്മൾ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ കൊണ്ടുപോകും. നമ്മൾ ആ ഒരു എൻഡിലെത്തുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ട്രിപ്പിൻ്റെ ലാസ്റ്റ് ആ ഒരു ബേസ് ക്യാമ്പിലെത്താൻ നേരത്ത് ഇത് വിരിച്ചിട്ട് കൈ പിടിച്ചിട്ട് നമുക്ക് ഒരു ഫോട്ടോ എടുക്കണം. അത് അപ്പോൾ നമുക്ക് മനസ്സിലായി ഏകദേശം ഈ ഒരു ട്രിപ്പിൻ്റെ പ്രാധാന്യം എന്താണെന്നും. അത് ഹെവിയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ അവിടെ എത്തിക്കണേ ഇത് വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് പറയുമ്പോൾ അതൊരു വേറെ ലെവല് രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. വലിയ വിലയൊന്നുമില്ല. ഇത് ഓർഡർ ചെയ്താൽ കിട്ടും ആമസോണിൽ. ഇത് കോട്ടൻ്റെ തുണിയാണ്. അപ്പോൾ ഇതെന്തായാലും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഒരു ടിബറ്റൻ ഫ്ലാഗ്, ഒരു പ്രയർ ഫ്ലാഗ്. ഈ സംഭവം നമ്മൾ വണ്ടിയിലേക്ക് കിട്ടില്ല. അപ്പോൾ അതേപോലെ ഉള്ളൊരു ഫ്ലാഗാണ്, കണ്ടോ. ഇത് ഞാൻ ബാഗിൽ ജസ്റ്റ് കെട്ടാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ്. പിന്നെ ഇത് കൂടാണ്ട് ഞാൻ നേരത്തെ കാണിക്കാൻ പറ്റുമോ, ഇത് ഗ്ലൗസ്. ഇപ്പോൾ കൊറോണയുടെ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം സൂക്ഷിക്കണമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും നമുക്ക് ഗ്ലൗസൊക്കെ യൂസ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ ഗ്ലൗസ് കുറച്ച് 5 മേടിച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം കുറച്ച് മാസ്ക് മേടിച്ചിട്ടുണ്ട്, ഒരു 10 മാസ്ക്. പിന്നെ ഇതിനെ ഞാൻ കൊണ്ടുപോകുന്നല്ല കേട്ടോ, ഇതിവിടെ കിടക്കണതാണ്. ഇന്നെ കൊണ്ടുപോകില്ല കേട്ടോ, കിടന്നോ. അത് കൊണ്ടുപോകാനുള്ള സാധനമല്ല. അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം നേരെ പറയാൻ സാധനം വിട്ടുപോയി, ഇന്നർ വെയർ. അതായത് ഒരു 6 ഷഡ്ഡിയാണ് ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കി നമുക്ക് അവിടെ വെച്ച് കഴുകും. ഒരുപാട് ലഗേജ് വലിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ശരിക്കും ഡ്രസ്സൊക്കെ ഇത്രയൊന്നും ഞാനിപ്പോൾ കൊണ്ടുപോകില്ല കേട്ടോ. ബാഗ് പാക്ക് ചെയ്ത് നോക്കട്ടെ. നമുക്ക് മാക്സിമം 15 കിലോയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പണിയാവും. കാഠ്മണ്ഡു ടു ലൂക്കൽ എയർപോർട്ടിൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ലഗേജ് നമ്മൾ മാക്സിമം കുറയ്ക്കാൻ നോക്കും. ഇത്രയും സാധനങ്ങളൊക്കെയാണ് മെയിൻലി കൊണ്ടുപോകണം. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ചിലപ്പോൾ എണ്ണം കുറച്ച് കുറയ്ക്കും. നമ്മൾ ട്രക്കിന് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സൊക്കെ കാണിച്ചു തന്നില്ലേ. അപ്പോൾ അത് കൂടാണ്ട് എക്സ്ട്രാ 2 ഡ്രസ്സ് ഞാൻ വേറെ ജസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ അത് കൊണ്ടുപോകില്ല. അത് നമുക്ക് നോക്കട്ടെ. ബാഗ് പാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ വരുള്ളൂ. ഒരുപാട് ലഗേജ് അയക്കഴിഞ്ഞാലും പണിയല്ല. അപ്പോൾ ഏത് ട്രിപ്പായാലും ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ, അങ്ങനെയുള്ളൂ. പിന്നെ ഞാൻ ദേ ഒരു ചെറിയ സ്ലിപ്പർ, ഇത് നമുക്ക് ടോയ്ലറ്റിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ചെറിയ സ്ലിപ്പർ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇട്ടുകൊണ്ടാണ് സാധാ ഒരു ഷൂ ഉണ്ട്, ഇത് ഇട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാഗിൽ ഷൂ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, കണ്ടോ. ഏറ്റവും അടിയിലായിട്ട് ഷൂ വെക്കാവുന്നൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും ഈ ഒരു ബാഗിൽ. അപ്പോൾ അതിനകത്ത് ഇരുന്നോളും, വലിയ സീനില്ല. മറ്റേ ട്രക്കിംഗ് ബാഗ് ഇടാനായിട്ട്, ട്രക്കിംഗ് ഷൂ ഇടാനായിട്ട് വേറൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങൾ. പിന്നെ വരുന്നത് ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഒരു 5 or 6 കയ്യിൽ വെക്കുക. കാരണം നമുക്ക് സിം എടുക്കാൻ വേണം. പിന്നെ അവിടെ എന്തെങ്കിലും വേറെ ആവശ്യത്തിന് വേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ പോകുന്നത് ഇതിൻ്റെ പ്രൊസീജിയേഴ്സും ബോർഡർ ക്രോസ് ചെയ്യണതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് ഓരോ എപ്പിസോഡായിട്ട് കാണാം. പിന്നെ ഇത് ഡേ ബൈ ഡേ ആണ് ഞാൻ വീഡിയോ എടുക്കണം. ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഓരോ ദിവസം വീഡിയോസായിട്ട് വരും. അപ്പോൾ എല്ലാം കാണാം. കിട്ടില്ലാണ് ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ അമ്മാരി അഡ്വഞ്ചർ ആയിരിക്കും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക നന്നായിട്ടൊക്കെ പോയിട്ട് വരാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഞാൻ 30 കോപ്പി എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ 140 രൂപക്ക് 30 കോപ്പി കിട്ടും. അപ്പോൾ 30 ആവശ്യമില്ല. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ 15 ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂവും 15 ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് വൈറ്റും. ഈ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വൈറ്റാണ് ബാക്ക്ഗ്രൗണ്ട് വെക്കണമെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഏതെങ്കിലും കൊടുത്താൽ മതി. ഒരു 5-6 ഫോട്ടോ എന്തായാലും കയ്യിൽ വെക്കാം, കാരണം നമുക്ക് സിം എടുക്കണം. അങ്ങനെ കുറച്ച് ആവശ്യങ്ങളൊക്കെ വരും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺതിക്ക് ഓരോ കാര്യങ്ങൾ പറയാം. നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതെ ബാഗ് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 ബാഗാണ് കൊണ്ടുപോകണത്. ഇത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. എനിക്കൊരു ഡൗട്ട്, എന്തെങ്കിലും വെയിറ്റ് കൂടുതൽ ഇഷ്യൂ എയർപോർട്ടിൽ വരികയാണെങ്കിൽ നേരെ ബാഗ് കുറഞ്ഞ 5-6 ഡ്രസ്സ് അങ്ങ് വാരിയിടും. അതാണ് നമ്മുടെ പ്ലാൻ കേട്ടോ, വേറെ വഴിയില്ല. എല്ലാം ഞാൻ നോക്കിയിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ കുറച്ച് മുമ്പ് കാണിച്ച കുറച്ച് സാധനങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ്. ടീഷർട്ട് 2 മാറ്റി. പിന്നെ അതുപോലെ നമ്മൾ ഷൂ, ഒരു വൈറ്റ് ഷൂ ഞാൻ കൊണ്ടുപോകാൻ ഇട്ടുകൊണ്ട് പോയിരുന്നു വെച്ചാൽ അത് ഞാൻ എടുക്കുന്നില്ല. ഞാനിപ്പോൾ ട്രക്കിംഗ് ഷൂ, ഞാൻ ട്രക്ക് ചെയ്യണ ഷൂ കണ്ടോ, ഈ ഷൂ തന്നെ ഇട്ട് കംപ്ലീറ്റ് അങ്ങ് നടക്കാൻ പോവാണ്. പിന്നെ ഒരു സ്ലിപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് മാറ്റി. ആവശ്യം എന്ന് വെച്ചാൽ ടീഷർട്ടാണ് മാറ്റിയത്. നമുക്ക് ടീഷർട്ടൊക്കെ ഒരെണ്ണം മതി, ഒരെണ്ണമല്ല, നമുക്ക് ആ ഒരു ചെറിയ ടീഷർട്ടില്ല, വലിയ വെയിറ്റ് ഇല്ലാത്ത, പെട്ടെന്ന് കഴുകിയ ഉണങ്ങുന്ന ടൈപ്പ്, അത് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ.
അത് ഒരു 3 ഉണ്ട്. വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഈ കാണുന്ന ടീഷർട്ട് ഇട്ടിട്ട് പോണത്. അങ്ങനെ കുറച്ച് ഐറ്റംസ് മാറ്റി, കാരണം ബാഗിൽ സ്ഥലമില്ല, ഒതുങ്ങണില്ല. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ എന്താകുമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. നമുക്കപ്പോൾ നേരെ ഇനിയിപ്പോൾ സമയം ഇപ്പോൾ എത്ര മണിയാണെന്ന് നമ്മൾ വെളുപ്പിനെ 2:30. നമ്മുടെ ഫ്ലൈറ്റ് 5:30ക്കാണ്. ആദ്യം ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ കൊച്ചി ടു മുംബൈ വഴി പാട്നക്ക് പോണത്. പക്ഷെ അത് ക്യാൻസലായിപ്പോയി. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. 10 മണിക്കൂർ മുമ്പ് ക്യാൻസലായി. ഗോയറിൻ്റെ ഇതായിരുന്നു. 10 മണിക്കൂർ മുമ്പ് ക്യാൻസലായിപ്പോയി. അത് ഭയങ്കര സീനാണ്. പിന്നെ അടുത്തത് നോക്കണ്ടേ. പിന്നെ വേറെ അടുത്തത് ബുക്ക് ചെയ്തു. പിന്നെ ബുക്ക് ചെയ്ത് കിട്ടിയത് ഇൻഡിഗോൻ്റെ കൊച്ചി ടു ഹൈദരാബാദ് വഴി പാട്നക്ക്. അപ്പോൾ പാട്നക്ക് എന്തുകൊണ്ടാണ് പോണതെന്ന് ഞാൻ വഴിയെ പറയാട്ടോ. അപ്പോൾ അത് എക്സ്പെൻസ് കുറയ്ക്കാനുള്ളൊരു കിടിലൻ ട്രിക്കാണ്, ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമുക്കിത് വെളുപ്പിനെ 2:30 ഒരു 3-3:30 കൂടി നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ അല്ല, ഡൊമസ്റ്റിക് എയർപോർട്ടിൽ എത്തണം. നമ്മുടെ കൂടെ 2 പേരും കൂടി ഉണ്ട്, നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഞാൻ ശരിക്കും ഒറ്റക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്, പക്ഷേ നമ്മൾ ഗ്രൂപ്പായിട്ട് വന്നപ്പോൾ 2 പേരും കൂടി കിട്ടി. ടോട്ടൽ എനിക്കൊന്ന് 4 പേരെ കണ്ടുള്ളൂ ഈ ഒരു ട്രിപ്പിലെന്ന് തോന്നുന്നു. നമുക്ക് വഴിയെ നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. അപ്പോൾ നേരെ ഇനിയിപ്പോൾ യൂബർ വിളിച്ച് ഞാൻ നമ്മുടെ എയർപോർട്ടിലോട്ട് പോട്ടെ.